ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഓഫ് ഡേയിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഈ വീഡിയോ എടുത്ത് ഈ കുക്കിംഗ് വീഡിയോ എടുത്ത് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ പ്രണവിൻ്റെ സഹായത്തോടെ ഈ വീഡിയോ എടുക്കാനൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. അത്ര ശരിയായിട്ടൊന്നുമില്ല, എങ്കിലും ഞാൻ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ ചക്കക്കുരു ആവശ്യമുള്ളത് അത്രയും ചക്കക്കുരു എടുക്കുക. അതുപോലെ തന്നെ എരിവിനനുസൃതമായിട്ടുള്ള മുളക് എടുക്കുക. 1-2 മുളക് എടുക്കുക. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മാങ്ങ കഷ്ണങ്ങൾ, നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അധികം കഷ്ണങ്ങൾ ആഡ് ചെയ്യാത്തതാണ് നല്ലത്, അധികം പുളി ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാനെടുത്ത മാങ്ങയിൽ അധികം പുളി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കറിവേപ്പില ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അത് ഉപ്പും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കാരണം കുക്കറിൽ ഏകദേശം ഒരു 2 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വേവും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം. ആ തരത്തിൽ ചക്കക്കുരു മാങ്ങയാണ് എനിക്കിഷ്ടം. ചില ആളുകൾക്ക് ചക്കക്കുരു അങ്ങനെ തന്നെ കുറച്ച് വെന്തിട്ട് കിടക്കുന്നത് അതും ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ എന്താ പറയുക, മമ്മിയുടെ അമ്മയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിത്തരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയിൽ ഒന്നാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്. പിന്നെ ഉപ്പിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ഇടരുത്. നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് അതിനകത്തും ആഡ് ചെയ്യാം. ഞാൻ ഈ കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് 2 വിസിലടുപ്പിച്ചു. ഈ സമയം കൊണ്ട് നമ്മൾ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചക്കക്കുരുമാങ്ങയും മീൻ വറുത്തതും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തു. ആ തേങ്ങയുടെ ഒപ്പം ജീരകം ആഡ് ചെയ്തു. ഞാൻ 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. ആ ജീരകത്തിന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്തു. ഒരു ചെറിയുള്ളിയേ ഉള്ളൂ ഞാൻ ഈ അരയ്ക്കുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്തു. കാരണം അതിനകത്ത് കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ, ആവശ്യത്തിനുള്ള വെള്ളം. ഇതൊന്ന് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം. ഒരുപാട് അരഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതും നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. എനിക്ക് നന്നായിട്ട് അരഞ്ഞിട്ട് കിട്ടണം. ഈ സമയം കൊണ്ട് ഇത് അരയ്ക്കുന്ന സമയം അരച്ച് കഴിഞ്ഞിട്ട് നേരെ കുക്കറിനകത്തുനിന്ന് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ എനിക്ക് ആവശ്യമായ രീതിയിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്ത ആ ചക്കക്കുരു ഇതിനകത്തേക്ക് ഞാൻ നേരെ തേങ്ങ അരച്ചതും കൂടി ചേർത്തു. തേങ്ങ അരച്ചതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ താളിക്കലാണ്. നമ്മൾ എന്താ പറയുക, കടുകും ഉണക്കമുളകും പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ ഉള്ളി കൂടി അരിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് താളിക്കാം. പക്ഷെ ഞാൻ ചെറിയുള്ളി ഇട്ടില്ല. ആവശ്യത്തിന് ചെറിയുള്ളി അതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഉണക്കമുളകും പിന്നെ കറിവേപ്പിലയും കടുകും മാത്രം ഇട്ട് താളിച്ച് അങ്ങനെ എൻ്റെ ചക്കക്കുരുമാങ്ങ റെഡിയായി. അപ്പോൾ ഞാനിത് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രണവ് ഇതൊരു നല്ല പാത്രത്തിലേക്കൊക്കെ മാറ്റി തന്നു. അപ്പോൾ എൻ്റെ ചക്കക്കുരുമാങ്ങ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.